ഹായ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? നമ്മളിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണോ അല്ലേ? കാരണം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. കണ്ണനല്ല കേട്ടോ കല്യാണിക്ക്. അത് പിന്നെ എപ്പോഴും ഉണ്ട്. അവൾക്ക് സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ ജലദോഷവും കഫക്കെട്ടും ഒന്നും അവൾക്ക് വിട്ട് മാറിയില്ല. പക്ഷെ വെക്കേഷൻ ടൈമിൽ രണ്ടാൾക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ണന് അങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്കുള്ളതിൻ്റെ റീസൺ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അത് പിന്നെ അത്ര വലിയ ഡേഞ്ചർ അല്ല. എനിക്ക് എപ്പോഴും വയ്യായികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ല, ഒട്ടും റെസ്റ്റ് കിട്ടുന്നില്ല. ഇപ്പം നമ്മളുടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ പതിപ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അണയാത്ത ജ്വാല എന്ന് പറയുന്ന ബുക്കിൻ്റെ രണ്ടാമത്തെ പതിപ്പും കൂടെ ഇറക്കിയിട്ടുണ്ട്. അപ്പം മറ്റേ ബുക്ക് കഴിയാറായ സമയത്ത് എനിക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നും കൊറിയർ ചെയ്യേണ്ടിയൊന്നും പിന്നെ വന്നിരുന്നില്ല. കുറച്ച് ഗ്യാപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ആവശ്യക്കാർ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ റീലൊക്കെ കാണുമ്പോഴേ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ബുക്കില്ല എന്ന് പറയുന്നത് മോശക്കേടല്ലേ? അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് രണ്ടാം പതിപ്പും കൂടെ നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാം പതിപ്പ്. അപ്പം ഇതും കൂടെ ആയപ്പോഴേ രാവിലത്തെ ജോലികൾ കഴിയുക, ബുക്ക് കൊറിയർ ചെയ്യാനിരിക്കുക. പിന്നെ എത്തിപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓർഡറുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താടാ അപ്പം അതിങ്ങനെ ചെയ്യാനായിട്ടിരിക്കണം. പിന്നെ കിട്ടുന്ന എപ്പോഴെങ്കിലും സമയത്ത് എന്തെങ്കിലും റീലും വീഡിയോസും ഒക്കെ എടുക്കും. പിന്നെ കണ്ണൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ടാവും, എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവൻ്റെ പുതിയ ട്രീറ്റ്മെൻറ്റ് അതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഒരു 6 മണി 6:30 തൊട്ട് രാത്രി ഒരു 10-11 മണി വരെയുള്ള പണികൾ നമുക്കുണ്ട്. വീടില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പുറത്തേക്ക് ഇറങ്ങാം. അപ്പം പിന്നെ അങ്ങനെ ദിവസങ്ങൾ ഇപ്പം ഇന്നലെയൊന്നും എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. ഒട്ടും വയ്യാതെ ഇരിക്കുകയായിരുന്നു. ഒന്നുമല്ല, ഫുൾ ടൈം ഓരോന്നോരോന്ന് ചെയ്തും കൊണ്ടിരുന്നിട്ടേ ബോഡി മൊത്തം നീർക്കെട്ടി. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ. പ്രശ്നമുള്ളതൊന്നുമല്ല, എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ. അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വന്നത് മെയിൻ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന്, നമ്മുടെ ബുക്കിനെ പറ്റിയിട്ട് രണ്ടാമത്തെ പതിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ റീലിടുമ്പോൾ പലർക്കും ഭയങ്കര ഡൗട്ടാണ്. ഈ ബുക്ക് എങ്ങനെയാണ് മേടിക്കുക? പലരും വന്ന് ചോദിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി കിട്ടുമോ? എങ്ങനെയാണ് ബുക്ക് വാങ്ങാന്നൊക്കെ പലരും വന്ന് ചോദിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്ക് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ദിവസങ്ങൾ മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ണൻ്റെ മറ്റേ കാലിലിടുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഒരാൾ അയച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണൻ്റെ കൈയിൻ്റെ ഈ സൈഡിലൊക്കെയുള്ള ഇതിന് ഞാൻ ടൈപ്പ് യൂസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. കൈനഷ്യോളജി ടൈപ്പ് എന്നാണ് അതിനെ പറയുക. ടൈപ്പ് യൂസ് ചെയ്തിരുന്നു. നമ്മൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോയിരുന്ന സമയത്ത് 7 വയസ്സ് വരെ ഞാൻ ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 10 വയസ്സായിട്ട്. അപ്പം നിർത്തിയിട്ട് തന്നെ എത്ര വർഷമായി? അതൊരു 8 മാസം മുതൽക്ക് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. 5 മാസം ബുക്ക് എടുത്തിട്ട് പോകട്ടാ. ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിടിച്ചോട്ടെ അങ്ങനെ കണ്ണം പിടിച്ചോ. 5 മാസത്തിൽ വയ്യാണ്ടായിട്ട് 8 മാസം തൊട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ആദ്യം പ്രൈവറ്റ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മളൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിലായി. പിന്നെ അവിടെ അത്ര സുഖമില്ല, ഗവൺമെൻറ് സ്ഥാപനമല്ലേ, അപ്പോൾ അവിടെ അത്ര സുഖമില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് കാണാൻ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമ്മൾക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ പറയുന്നതാണ് ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ല് തള്ളി നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ ടാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക ഒരു പരിധി വരെയൊക്കെ മാറിക്കിട്ടുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ യൂസ് ചെയ്തിരുന്നത്, ഞാൻ വാങ്ങിയ സമയത്തൊക്കെ നല്ല പൈസയാണ്. അതിന് 12,000 രൂപയോളമൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മളത് വാങ്ങി കളഞ്ഞ് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ വന്നിരുന്നു ഓരോന്ന് പറയാണ്, 12,000 രൂപ ആമസോണിലൊക്കെ അത് 200 ചില്ലാൻ രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ആമസോണിൽ കയറി നോക്കിയത്. അപ്പോൾ പറഞ്ഞത് സത്യമാണ്, 200 സംതിങ് രൂപയ്ക്ക് ആമസോണിൽ ഇപ്പോൾ ടൈപ്പ് അവൈലബിൾ ആണ്. നമ്മളിത് വാങ്ങുന്നത് 8-9 വർഷങ്ങൾക്ക് മുൻപാണ് വാങ്ങുന്നത്. അപ്പോൾ ഈ സാധനം ഓൺലൈനിൽ ഒന്നും അവൈലബിൾ അല്ല.
ഇവിടെ ഇരിഞ്ഞാലക്കുട മുഴുവൻ ഞാൻ സർജിക്കൽസിൽ കയറി ഇറങ്ങി. ചാലക്കുടി മുഴുവൻ ഞാൻ സർജിക്കൽസിൽ കയറി ഇറങ്ങി. കൊടകര എല്ലാവിടെയും സർജിക്കൽസിൽ പോയി ചോദിച്ചു. ഈ സാധനം ആ സമയത്ത് സ്റ്റാർട്ടിങ് ആണ്, അത് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. സർജിക്കൽസിലാണ് സാധനം കിട്ടുക. ഓൺലൈനിലൊന്നും ഈ സംഭവം അവൈലബിളേ ആയിരുന്നില്ല. ഓൺലൈനിലൊക്കെ ഞാൻ തപ്പേണ്ടതായാലും അപ്പുറം തപ്പിയിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ സാധനം കിട്ടാനില്ല. അങ്ങനെ തൃശ്ശൂര് അങ്ങനെ പോയി അന്വേഷിക്കാൻ പോലില്ല. ഒരുപാട് സർജിക്കൽസ് ഉണ്ട് തൃശ്ശൂര്. അപ്പോൾ ഗൂഗിളിലിരുന്ന് ഓരോന്നിൻ്റെ നമ്പറുകൾ എടുത്തിട്ട് എല്ലാത്തിലേക്കും വിളിക്കുക. എവിടെ ഈ സാധനം കിട്ടാനില്ല. ഇത് സ്റ്റാർട്ടിങ് ഇത് തുടങ്ങിയൊക്കെ സമയം ഈ സംഭവമൊക്കെ ഇങ്ങനെ ഇറങ്ങിയ സമയത്തൊക്കെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ എവിടെയും കിട്ടാനില്ല. അവസാനം വിളിച്ചപ്പോൾ തൃശ്ശൂരിൽ നിന്നും കുറേ പോയിട്ട് ഒരു സർജിക്കൽസിൽ അവർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ 1-2 സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾ ഇന്ന് വന്ന് പിന്നെ 2-3 ദിവസത്തേക്കൊക്കെ മുടക്കായിരുന്നു. നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ശ്രുതിയും കൂടിയായിട്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയിട്ട്. ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലം തൃശ്ശൂരിൽ നിന്നും കുറച്ചും കൂടെ പോകണം ഈ ഒരു സർജിക്കൽസ്, നമുക്ക് അറിയില്ല. അപ്പോൾ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കണ്ണനെയും കൂടെ കൊണ്ട് ബസ്സിൽ പോയിട്ട് ആ സർജിക്കൽസിൽ നിന്നാണ് ഈ കാട്ടയപ്പ് വാങ്ങിയത്. അപ്പോൾ ഈ കമന്റ് ഇട്ട ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ വെറുതെ വന്നിരുന്ന് നുണകള് പറയാണ്. ഇത്രയും ഞാൻ 200 ചില്ലാൻ രൂപയ്ക്ക് കിട്ടുന്ന ആമസോണിൽ കിട്ടുന്ന കേട്ടാപ്പിനാണ് 2000 ചില്ലാൻ രൂപയാണ് ഞാൻ പറയുന്നതെന്ന്. ഞാനപ്പോൾ അവരോട് പറയാണ് ഇതൊക്കെ മുന്നാണ് ഒരുപാട്, നിങ്ങളൊക്കെ ഇത് തുടങ്ങുന്നതിനേക്കാളൊക്കെ ഒരുപാട് മുൻപ് നമ്മൾ ഇതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട് വന്നിട്ടുള്ളവരാ. അപ്പൊ ഇതൊക്കെ വർഷങ്ങൾ മുന്നത്തെ കാര്യം പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ല കുട്ടി പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ കുറെ നാളുകൾക്ക് മുന്നേ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് നിങ്ങളുടെ അടുത്ത് നോണ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരൻ എൻ്റെ കയ്യിൽ ഇതിന്റെ പെട്ടി ഉണ്ടായിരുന്നല്ലോ, ഇത് എവിടെയാണാവോ. ഞാൻ അന്ന് ഇത് കിടന്ന് തെരച്ചിലായി. തെരഞ്ഞ് എനിക്ക് സാധനം കിട്ടിയിട്ടോ. ഇതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോക്സിലായിരുന്നു അവർ നമുക്കന്ന്. ഇപ്പൊ ഇത് നമുക്ക് പല സ്പൈഡർമാൻ്റെ പോലെ ഓരോരോ ഡിസൈനുകളിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഈ സാധനം കിട്ടേണ്ട. അപ്പൊ എനിക്കും ഫിസിയോതെറാപ്പി സെന്ററിൽ നിന്ന് നമുക്ക് കണ്ണന് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ അത് കാണുമ്പോൾ അവന് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ഡിസൈൻ ഉള്ളതൊന്നല്ല, ഈ സാധനം തന്നെ കിട്ടാനില്ല. അങ്ങനെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ബാൻഡേജ് പോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പൊ അതെ ഇത്ര എൻ്റെ കയ്യിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ ഇതിന്റെ വില ഞാൻ കാണിക്കാം. ഇതിന്റെ വില ഇതിന് എഴുതിയിരിക്കുന്നത് 878 രൂപയാണ്. ഇതിന്റെ ചെറിയ പാക്കാ, ചെറിയ ബോക്സ് ആണ് ഇതിന്റെ വലിയ ബോക്സിനാണ് 2000 രൂപ വരെ എടുത്ത് വരുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ 2000 രൂപ കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ചെറിയ പാക്ക് വാങ്ങി. 800 സംതിങ് രൂപയ്ക്ക് 878 രൂപയാണ് കേട്ടോ ഇതുമ്മ വില വരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ചെറിയ പാക്ക് വാങ്ങി. അങ്ങനെയാണ് ഈ സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഇതിന് 2000 ചില്ലാൻ രൂപയാണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു നോണ പറഞ്ഞിട്ട് ഞാനിതിന്റെ പ്രൊമോഷൻ ചെയ്യൊന്നുമല്ല. അതല്ല ഈ ഗൈനക്കോളജി ടാപ്പുകാരെ എനിക്ക് പൈസയൊന്നും എനിക്ക് തരുന്നില്ല. ഞാനിവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു നോണ പറഞ്ഞതുകൊണ്ട്. നമ്മളുടെ ഒരു അനുഭവങ്ങളും നമ്മള് കടന്നു വന്ന വഴികളും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോസിൽ പറയാറുള്ളത്. അല്ലാതെ ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഞാൻ ഒന്നും തന്നെ പറയാറില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളിലാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ ഇതിന്റെ വലിയ സാധനത്തിന് 2000 ചില്ലാൻ രൂപയായിരുന്നു. എൻ്റെ കയ്യിൽ സത്യമായിട്ട് അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ചെറിയ പാക്ക് 878 രൂപ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊന്നും കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കാരണം ഒരു കുളി കഴിയുമ്പോഴേക്കും ഇതിന്റെ പശയൊക്കെ പോവും. അപ്പൊ പിന്നെ നമ്മൾ അടുത്തത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊരു പാക്കൊക്കെ കുറച്ച് ദിവസത്തേക്കുള്ളൂ. അപ്പൊ ശരിക്കും 2000 ചില്ലാൻ രൂപയുടെ സാധനം തന്നെ വേണമായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവര് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് ഒട്ടിച്ചു തരും. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ സാധനം യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടാണ്ടായി. പിന്നെ ഞാൻ അത് യൂസ് ചെയ്യാണ്ടായി. കണ്ണനും കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ കയ്യിൽ നിന്ന് ഇങ്ങനെ പശ പോലെ ഒട്ടിച്ച് ഇങ്ങനെ വെക്കില്ല, അവനും ഇറിറ്റേഷൻ കാണിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഉപയോഗം ഇല്ലാണ്ടായി. അപ്പൊ ഈ കമന്റ് കണ്ടപ്പോ ശരിക്കും ഞാനിരുന്ന് ആലോചിച്ചു ഈശ്വര ഞാൻ എന്തിനാണ് ഇപ്പൊ ഗൈനക്കോളജി ടൈപ്പിന് ഇത്രയും പൈസയാണെന്നൊക്കെ ഞാൻ ഈ വന്നിരുന്ന് നോണ പറയേണ്ട എന്ത് കാര്യം എനിക്കുള്ളത്. അതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ കുറെ വീഡിയോസിലൊക്കെ ഞാൻ ഇപ്പൊ ഇല്ല കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കുറെ വീഡിയോസുകളിലൊക്കെ എന്തോ ഒരു കൊട്ടേഷൻ കിട്ടിയിട്ട് വന്നിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാണ് ആളുകള്. അത്
കൊട്ടേഷനൊക്കെ എടുത്തിട്ട് വന്ന് കമന്റ്സ് ഇടാനായിട്ട് കൊട്ടേഷൻ എടുക്കില്ലേ, അതുപോലെയൊക്കെയാണ് ആളുകൾ വന്നിടുന്നത്. ഒരു കാര്യമില്ല, നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ വന്ന് കമന്റ്സ് ഇട്ട് പോവാണ്. ഒരു വാവാച്ചി, ഒരു സിന്ധു, ഒരു സുജ, ഒരു ഫാത്തിമ, ഒരു രമ്യ, ഇവർക്കൊക്കെ ആര് കൊട്ടേഷൻ കൊടുത്തത് എനിക്കറിയില്ല കേട്ടോ, അറിയാണ്ടൊന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ ഈ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ പോട്ടെ, ഇതിപ്പോ ഇത്രയും പൈസ ഉണ്ട് എന്ന് ഞാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അവരതിൽ പറയുന്നത് എല്ലാം അറിയാം എന്നൊരു ഭാവമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല, ഒരു കാര്യം എനിക്ക് അറിയില്ല എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു മടിയും ഇല്ല. എന്താ പറയാ, നമുക്കറിയുന്ന കാര്യങ്ങൾ പൊട്ടും അറിയാത്ത കുറെ പേര് നമ്മളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും വന്ന് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും പേഴ്സണലി നമുക്ക് പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് ഇതിൻ്റെ വില ഇത്രയായിരുന്നു, ഇപ്പോഴൊക്കെ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന് പോലും ഈ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ ആമസോണിൽ കയറി നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ വെറുതെ ഓരോ പോയിന്റിൽ പിടിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ എപ്പോഴും പറയുന്നുണ്ട്, ഫിസിയോതെറാപ്പി നിർത്തിയിട്ട് ഇത്ര നാളായിട്ടുണ്ട് നമ്മളെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഏത് കാലത്താണെന്നുള്ളത് ഇവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ സമയത്തെ വിലയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്ന് പറയണ്ടേ, പറഞ്ഞാലല്ലേ അവരാണെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ കമന്റിൽ. സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ വന്ന് നെഗറ്റീവ് കമന്റ് ഇട്ടോട്ടോ, എനിക്ക് അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ എനിക്ക് നല്ല ഗുണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടാം, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു മറുപടി തരും. അപ്പോൾ നിങ്ങൾ ആദ്യം അതിന് മറുപടി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതിനൊരു കമന്റ് ഇടും. അങ്ങനെ നമ്മുടെ കമന്റ് ബോക്സ് നിറയും. നമ്മുടെ കമന്റ് ബോക്സ് നിറയുമ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ആളുകൾ യൂട്യൂബ് തന്നെ പുതിയ പുതിയ ആളുകളിലേക്ക് സജസ്റ്റ് ചെയ്തും കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രമ്യ, അതുപോലെ സിന്ധു പണ്ടാരക്കണ്ടിയോ അങ്ങനെ എന്തോ ഒരു പേര് കേട്ടാ, അവര്, പിന്നെ ഒരു വാവാച്ചി, പിന്നെ ഒരു സുജ എന്ന് പറയുന്ന ആൾക്കൊക്കെ എൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ പോലും അറിയാത്ത എൻ്റെ ഫാമിലി കാര്യങ്ങൾ പോലും അറിയാം. ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, എന്താ പറയാ, എൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് ആള് കമന്റിൽ വന്ന് പറയുന്നത്. എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് എനിക്കിപ്പോൾ അച്ഛൻ, അമ്മ, ചേട്ടൻ, അതുപോലെ നാത്തൂൻ, ചേട്ടൻ്റെ കൊച്ച്, ഇതാണ് എൻ്റെ വീട്ടുകാർ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ വീട്ടുകാർ, ഹസ്ബൻഡ്, പിള്ളേര്, ഇതാണ് എൻ്റെ വീട്ടുകാർ. ഇവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. ചതയത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ്, എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്സവമാണ് അല്ലേ. കാരണം ഒരാൻറ്റി എന്ന് പറയാടേ, മാമനും ആൻറ്റിയൊക്കെ ആയിട്ട് അമ്മ പ്രശ്നം അത്രേ. അച്ഛനും അമ്മമ്മയും മാമനും ആൻറ്റിയൊക്കെ ആയിട്ട് അമ്മ പ്രശ്നമാണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ കണ്ട നമ്മളെക്കാളും നല്ലപോലെ നമ്മളെ അറിയും. സുജ എന്ന് പറയുന്ന ആൾക്കൊക്കെ, ഫാത്തിമ എന്നോ അങ്ങനെ എന്തോ ആണ് ആളുടെ പേരെന്ന് തോന്നുന്നു, സുജ എന്തോ ഫേക്ക് ഐ ഡി എന്തോ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കമന്റുകളൊക്കെ. അപ്പോൾ ഇത് ഞാൻ ആരെയും മോശപ്പെടുത്തിയൊന്നും പറയല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരായിരുന്നു സത്യം പറഞ്ഞാൽ. ഇപ്പൊ എനിക്കൊരറിവും കൂടെ അവർ കമന്റ് ഇട്ടതിലൂടെ കിട്ടി. കാരണം ഇപ്പൊ കൈനഷിയോളജി ടൈപ്പ് ആമസോണിൽ അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റും. അവർ കമന്റ് ഇട്ടത് കാരണം ഞാനൊക്കെ ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് തോറ്റിട്ടുണ്ട്. സാധനം നമുക്ക് കിട്ടാനില്ലാണ്ടേ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ടൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് യൂസ് ചെയ്തിട്ടും കാണാൻ വലിയ ചേഞ്ച് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല അല്ലേ. കാരണം ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുത്തപ്പോൾ കാണാൻ ഇഷ്ടമായി. എന്നും ഒന്നിങ്ങനെ നമ്മൾ ഹാളിൽ ഇരുന്നിട്ട് സെറ്റിലിരുന്ന് അല്ലെങ്കിൽ റൂമിലിരുന്നൊക്കെയല്ലേ വീഡിയോ എടുക്കുക. പിന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ കാണാൻ ഇഷ്ടമായിട്ടോ. നമ്മുടെ രണ്ടാമത്തെ ബുക്കിനെ പറ്റി ഒന്ന് പറഞ്ഞു കണ്ണാ. രണ്ടാം പതിപ്പ് കല്ലൂട്ടാ. എന്നിട്ടത് എന്നിട്ട് വായലെന്താ അതെ എന്നിട്ടത് ബിസ്ക്കറ്റ്. കല്ല് വായ നിറച്ച് ബിസ്ക്കറ്റ് ഇട്ട് വന്നേക്ക്, അതുകൊണ്ട് മിണ്ടാൻ പറ്റുന്നില്ല എന്ന്. നാളെ സ്കൂളില്ലേ, പോണില്ലേ? സ്കൂളില്ല, അതെന്താ പറഞ്ഞേ, കുറച്ച് ദിവസം കഴിയുമ്പോ എപ്പോഴും സ്കൂളിൽ പോകണം. ഇത് ഫസ്റ്റ് ഡേ ആയിരിക്കല്ലേ, അത് കാരണം ഇടയ്ക്കിടയ്ക്ക് മുടക്ക കഴിഞ്ഞു. ഇനി കാണാൻ എന്തെങ്കിലും പറഞ്ഞേടാ.
ഉണ്ണികൃഷ്ണനെ അവിടെ എടുത്തോണ്ട് വെക്കിട്ട് അങ്ങനെ കൃഷ്ണനെ ഒന്നും കയ്യിൽ കൊണ്ട് നടക്കാൻ പാടില്ല കേട്ടാ. എടുത്തു വെക്കി. അതോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതല്ലേ. ആ ഈ ഉണ്ണികൃഷ്ണനെ മാത്രം എടുത്തുകൊണ്ട് നടക്കാം. ഈ ഉണ്ണികൃഷ്ണനൊന്നും എടുത്തുകൊണ്ട് നടക്കാൻ പാടില്ല. അവിടെ കൊണ്ടുവന്ന് വെക്കി. തൊടല്ലേ, അവിടെ നമ്മ സ്വാമിയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കി. ഈ ഉണ്ണികൃഷ്ണനെ മാത്രം എടുത്തുകൊണ്ട് നടക്കാം. അല്ലടാ ഉണ്ണികൃഷ്ണ എന്ത് കണ്ണിന്റെ പിറന്നാളാട്ടാ. ഈ കണ്ണന്റെ അല്ല, അവിടെ ശരിക്കുള്ള കണ്ണുണ്ട്. ആണോ കണ്ണ? ആ എടുത്തോണ്ട് വന്ന് കണ്ണന്റെ പിറന്നാള് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഗുരുവായൂർക്ക്? കണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നോ കണ്ണനെ? അതൊരു ടാപ്പ്, സെല്ലോ ടാപ്പ്. ഇവിടെ ഇരിക്കും. ആ എടുത്തു നോക്കണ്ട, അതൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ. എനിക്കപ്പോ കുറെ ദിവസങ്ങളായി ഞാൻ വിചാരിക്കുന്നു ഈ കേട്ടാപ്പിന്റെ കാര്യം എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്നു പറയണമെന്ന്. കാരണം എനിക്കത് കണ്ടപ്പോ സത്യം പറഞ്ഞ ചിരിയാട്ടോ വന്നത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെയും മനുഷ്യന്മാരോ ഇവരും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല കേട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് ഇടണം. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഇട്ടേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇടണ്ടേ. അപ്പൊ ഒന്നും ഇത് നെഗറ്റീവ് ഇടാൻ പറ്റുമൊന്നും കാണാനും ഇല്ല വീഡിയോയില്. നമ്മള് കണ്ണന്റെ കാലിലിടുന്ന കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടാം. ആകെ അവർക്ക് എന്റെ വായന്ന് കിട്ടിയത് ഇതാ 2000 വരെ എടുത്തുണ്ടെന്നുള്ളത്. ഇന്നലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മൈക്ക് ഓഫായി പോയായിരുന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ള വോയിസ് ഒക്കെ അവിടെ നിന്ന് മ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു, കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിൽ ഓഡിയോ ഇല്ലല്ലോ. അപ്പൊ ഞാൻ കരുതി ബാക്കിയുള്ള പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പോ പിറ്റേ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ ഇന്നലെ നൈറ്റ് ഞാൻ അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൽ കുറെ ഓഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് പിറ്റേ ദിവസം എനിക്കൊന്ന് ടൗണിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നേ. ഇരിഞ്ഞാലക്കോട് പോകേണ്ട ആവശ്യമുണ്ടായി. അപ്പൊ അമ്മാമ്മ വന്നിട്ട് കണ്ണൻകുട്ടീനെ നോക്കിയിരിക്കുകയായിരുന്നു. കണ്ണൻകുട്ടീനെ തല്ലിയാവോ അമ്മാമ്മ? എന്നും ഞാൻ ഡ്രൈവിങ്ങിനൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടാണല്ലോ പോവാ. അപ്പൊ അമ്മയുടെ അടുത്താക്കി പോയിട്ട് ഞാൻ വരുമ്പോ കണ്ണനോട് ചോദിക്കേ, കാരണം അമ്മാമ്മ എവിടെയാടോ നിന്നെ തല്ലിയേ? അപ്പൊ എനിക്ക് സ്ഥലമൊക്കെ കാണിച്ചു തരും. എവിടെ തല്ലിയ അമ്മാമ്മ? എവിടെ അമ്മാമ്മ തല്ലിയേ? എവിടെ തല്ലിയേ? പൊന്നിന്റെ എവിടെ തല്ലിയേ? അമ്മാമ്മ എവിടെ തല്ലിയത് കുട്ടീടെ? കണ്ട കാലുമ്മ ഇവിടെ തല്ലി അമ്മാമ്മ. കേക്കണ്ട, ഇപ്പൊ വരും അമ്മാമ്മ വലിയ മത്തക്കം പൊടി എടുത്തിട്ട്. പൊന്നു പോലെയാണ് കാലത്ത് പോകുമ്പോ തൊട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നിട്ട് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക, വെള്ളം കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ കാലെല്ലാം പാടിയിരിക്കും. ഞാൻ വരുന്ന വരെ ഇവിടെ ഫ്രണ്ടിലുണ്ടാവും. എന്നിട്ടാണ് ഇവിടെ നോണ പറഞ്ഞിരുന്ന. പിന്നെ എവിടെ തല്ലിയ അമ്മാമ്മ? കാലുമ്മ. എൻ്റെ പിന്നെ കാലുമ്മ തല്ലി കാല് ഒടിച്ചു എൻ്റെ മോൻ്റെ. അമ്മ എവിടെ തല്ലി കുട്ടീനെ? അമ്മ എവിടെ തല്ലിയേ? എവിടെയാ അമ്മ? എവിടെ തല്ലി? അമ്മ ഇത് ഓക്കെ. എവിടെ അമ്മയും കാലുമ്മ തല്ലി? വെറുതെ അല്ല കടന്റെ കാല് വണ്ണം വെക്കാത്ത ഈ അമ്മയും കൂടെ തല്ലി കാലൊക്കെ വണ്ണൊക്കെ പോയി കൊച്ചിന്റെ. നിങ്ങളല്ലേ പറയാറ് നിങ്ങളുടെ കണ്ണൻകുട്ടി സുന്ദരനാണ്, കുഞ്ഞാവിയാണ്, നുണ പറയില്ല എന്നൊക്കെ. ഈ ചെക്കൻ നുണയില്ലാണ്ട് പറയില്ല. കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് കൊടുക്കായിരുന്നിട്ട് അല്ലേ? എന്നെ എൻ്റെ അമ്മേനെ തെറ്റിക്കാൻ നോക്കല്ലേ നീ? കള്ള ഞാൻ എന്നും അങ്ങനെ വരുമ്പോൾ ഞാൻ വെറുതെ ചോദിക്കേ. അത് ചിലപ്പോൾ അച്ഛനും ഉണ്ടാവും, അമ്മയും ഉണ്ടാവും, ചേട്ടനും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും, കണ്ണ ഇതിൽ ആരാടെ പൊന്നിനെ തല്ലിയ? അപ്പോൾ ആദ്യം ഒരാളെ നോക്കും, പിന്നത്തെ ചോദ്യത്തിന് പിന്നെ വേറെ ഒരാളെ നോക്കും. അങ്ങനെ 3 ആളും തല്ലി എന്നുള്ള നുണ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ടോപ്പിക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻസിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർ വന്നിട്ട് ഈ കേട്ടാപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ അവരെ തെറ്റ് പറയില്ല, കാരണം അവർക്കത് പറയണം എന്നുണ്ടായിരുന്നു, അവരത് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസിലൊന്നും കുറേ നാളുകളായിട്ടൊന്നും ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നും വരാറില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ഇങ്ങനെ നെഗറ്റീവായിട്ട് വന്ന് ചോദിക്കുക, പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഞാൻ ആരും കുറ്റം പറയില്ല, കാരണം ഞാൻ കുറെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ശത്രുക്കളെ ഉണ്ടാക്കിയതാണ്. എനിക്ക് എൻ്റെ കാര്യം നോക്കി മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് ഒരു അനുഭവം കിട്ടി, അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കാൻ ഞാൻ മിണ്ടാതിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കബളിപ്പിക്കപ്പെട്ടു, ബാക്കി ആരും അങ്ങനെ ചെന്ന് പെടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും നമ്മളുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ പറയാറുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താണെന്നറിയോ നമുക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യമാണെങ്കിലും നമുക്കറിയാവുന്നതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്നത് ശത്രുക്കളാണ് അല്ലേ?
അപ്പോൾ അങ്ങനെ കുറച്ച് ശത്രുക്കളാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ മനസാക്ഷിനെ ഞാൻ എവിടെയും വഞ്ചിച്ചിട്ടില്ല. അപ്പം അതിലൊരു സന്തോഷമുണ്ട്. പക്ഷേ നെഗറ്റീവ് കമൻസ് ഒക്കെ ആദ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഇപ്പം പ്രശ്നമില്ല എന്നൊന്നുമല്ല, ഇടയ്ക്ക് ഒരു വിഷമമൊക്കെ വരും. കാരണം നമ്മൾ മനസ്സിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് വന്ന് പറയുമ്പോഴേ ഒരു വിഷമമൊക്കെ വരും. പക്ഷെ പണ്ടത്തെ ഞാനൊന്നുമല്ല. കാരണം ഇപ്പം ഇത്രയും 2-3 വർഷത്തെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര് തന്നെ തളർത്താൻ നോക്കിയാലും തളരില്ല എന്ന് തന്നെ വിശ്വസിക്കുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അതൊന്നും മുഴുവിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് മുഴുവിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നത്. തീരെ വയ്യാതിരിക്കുക, കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യാണ്ടിരിക്കുക. അപ്പം അത്യാവശ്യമായിട്ടൊന്ന് ടൗണിൽ വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. രാവിലെ പോയത് 2 മണി, അപ്പം 3 മണി കേട്ടോ. കല്യാണി വരാറായി. 2-2:30 ആയി എത്തിയപ്പോൾ. അപ്പം കല്ലൻകുട്ടിക്കൊക്കെ ചോറ് കൊടുത്ത് ഞാനൊക്കെ ചോറുണ്ട്. ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ. ഇനി വേണം അടുത്ത പണികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഓണം കഴിഞ്ഞാൽ കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ ഓണത്തിന് മുൻപ് ചെയ്ത് വയ്ക്കാനായിട്ട് ഒരുപാട് പണികളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നെറ്റിപ്പട്ടം അങ്ങനെ കുറേ പരിപാടി നമ്മുടെ കൊറിയർ അയക്കാനുണ്ട്, മിക്ക ദിവസവും ബുക്ക് അയക്കാനുണ്ട്. ഓണം കഴിഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇവിടെ വീട്ടിൽ കാണില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകളിലാണ്. അല്ലേ കണ്ണാ? അല്ലേ 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 അല്ല, ക്യാമറ എവിടെ ഇരിക്കുന്നു? നീ എങ്ങടാ നോക്കണ്? എവിടെ ക്യാമറ ഇരിക്കണേ? ക്യാമറ എവിടെ ഇരിക്കണേ? ക്യാമറ എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കുന്നു ക്യാമറ? എവിടെയാ? അവിടെ ഇരിക്കണെന്നറിയാം. എന്നിട്ട് ചെക്കൻ നോക്കുന്നത് എങ്ങടാന്നറിയാം? റോഡിലേക്ക്. ഇത് ചേട്ടന്മാർ സ്കൂൾ വിട്ട് പോകണുണ്ടാ, ബാഗൊക്കെ ഇട്ടിട്ട്. കാരണം ഇപ്പം തന്നെ വന്നുള്ളൂ സ്കൂളിൽ നിന്ന് കേട്ടാ. ഇപ്പം തന്നെ വന്നുള്ളൂ, ഡ്രസ്സ് മാറിയുള്ളൂ. ചുന്തിരിയായിട്ട് ഇരിക്കുക. എന്നിട്ട് എടാ ക്യാമറയിലേക്ക് നോക്കണ്ടേ? വീഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട. ഞാനാ? ഇതാണോ ക്യാമറ? ഇതാണോ ക്യാമറ? ഞാനാണോ ക്യാമറ? അങ്ങോട്ട് നോക്കുന്നത്? അയ്യോ, എത്ര 2-3 വർഷമായി ഇതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുന്നത്. എന്നിട്ട് ചെക്കന് ക്യാമറയ്ക്ക് നോക്കിയിരിക്കാൻ അറിയില്ലെന്ന്. എവിടെ ക്യാമറ? എവിടെയാ? എവിടെയാണെന്ന് 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 എവിടെയാ? എവിടെയാ? എവിടെയാ പറയ്. അങ്ങോട്ട് നോക്ക്. കണ്ണ് നോക്കില്ല കേട്ടോ. വാതിൽ തുറന്നിട്ടേക്കല്ലേ. റോട്ടിലേക്ക് നോക്കുക, പുറത്തേക്ക് നോക്കുക, പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ പിന്നെ ക്യാമറയില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ നിർത്താട്ടോ. എനിക്കൊരു സുഖമില്ല, കോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനം ഇങ്ങനെ ഇരുന്ന് പറയാനായിട്ട് പറ്റുന്നൊരു മൂഡൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ. ബൈ ബൈ.